അൽഹംദുലില്ലാ അന്ന് കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നു, നാളെ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അതേ സമയത്ത് അതേ സ്ഥലത്ത് അമീർ നമ്മളോട് പറഞ്ഞിരുന്നു സ്ത്രീകൾ സെപ്പറേറ്റും പുരുഷന്മാർ സെപ്പറേറ്റ് ആയിട്ട് വന്നിരുന്നു. അന്ന് ഞാൻ കുറെ കൂടെ സമാധാനത്തിലാണ് കേട്ടിരുന്നത്. കാരണം മൂപ്പർ അന്ന് പറഞ്ഞിരുന്ന വിഷയം ഇണകളോടുള്ള ഇതായിരിക്കും. കാരണം മൂപ്പർ പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. മിക്കവാറും ആളുകൾ നമ്മൾ റൂമിൽ പോയി ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ, കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇന്നലെ ആ അമാനത്തെക്കുറിച്ച് നിങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ടാവും, പല ആളുകളും നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ഏറ്റവും വലിയ അമാനത്ത് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പോഴും പൊരുത്തം ചോദിക്കാത്ത ആളുകളുണ്ടാവും. അത് നിങ്ങളെ ഇണകളാണ്. നിങ്ങൾ കൂടെ കിടക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ ഏറ്റവും അവസാനം എന്ത് ചെയ്യുക. ചിലവർക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും, ഞാനല്ലേ ഉള്ള അജിന് കൊണ്ടുവന്ന് ഇപ്പം ഞാനെന്ത് പൊരുത്തം ചോദിക്കാനാ എന്ന് പോലും ഉണ്ടാവുന്ന ടീം ഉണ്ടാവും. അപ്പം മൂപ്പര് അത് പറഞ്ഞ് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ നല്ല പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവല്ലോ, സാമൂഹിക കോണ്ടെക്സ്റ്റ് പ്രകാരം പണ്ട് വിവാഹത്തിന്റെ സമയത്ത് സ്ത്രീധനം വാങ്ങിയ ആളുകളൊക്കെ ഉണ്ടാവും. മൂപ്പര് ഒറ്റ പറച്ചരി അത് നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ട് ഇന്ന് രാത്രി പൊരുത്തം വാങ്ങാതെ നാളെ നിങ്ങളെ ഹജ്ജ് ശരിയാവില്ല. സ്ട്രെയിറ്റ് അമീറുടെ സ്ട്രെയിറ്റ് ടോക്കാണ്. അപ്പൊ എല്ലാരും ബേജാറില്. പക്ഷെ ഞാൻ വളരെ കൂളായിട്ടിരിക്കാട്ടോ, ഇല്ലല്ലോ സീനില്ല, വളരെ കൂളായിട്ടിരിക്കാണ്. അങ്ങനെ ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് റാഹത്തായിട്ട് പള്ളി പോകണമല്ലോ, അങ്ങനെ മേലെ കയറി കാരണം ഇന്റെ ഇന്നലെ കഴിഞ്ഞിട്ട് ഞാൻ മേലെ കയറി ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിൽ പോയി ഇങ്ങനെ താഴെറങ്ങും. അങ്ങനെ ഹോട്ടൽ ലോബിയിലൂടെ പോവാം. ഈ ക്ലാസ് അടക്ക ബേസ്മെന്റിലാണ്. ബേസ്മെന്റിൽ ചെറിയൊരു സ്റ്റെയർ കഴിഞ്ഞാൽ മെയിൻ റിസപ്ഷൻ ഹോട്ടലിലെ. ആ ഹോട്ടൽ റിസപ്ഷനിലേക്ക് ലിഫ്റ്റ് ഇറങ്ങിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോണത്. പുറത്തേക്ക് പോകുമ്പോൾ ഈ ബേസ്മെന്റിൽ സ്ത്രീകളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇതിനു മുമ്പാണ് ഞങ്ങളുടെ ക്ലാസ് നടന്നത്. ഈ സ്റ്റെയർവേ കയറി വരുന്നിടത്ത് ഒരു 5-6 പുരുഷന്മാർ ഇതെങ്ങനെ കൈകെട്ടിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒരു നിപ്പുണ്ട്. ഇത് ഇനി എന്താണ് ഞാൻ ചെയ്യാന്നുള്ളൊരു ഇതാണ് എനിക്ക് അവരുടെ ഫേസിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ രസകരമായ കുറേ അനുഭവങ്ങളുണ്ട്. തിരിച്ചു വന്നിട്ട് ഞാൻ ഒരു കാക്കാനോട് ചോദിച്ചു, എന്തായി കാക്ക പൊരുത്തം ചോദിച്ചു. പൊരുത്തം ചോദിച്ചു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമീർ അവര് വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്. മൂപ്പര് പറഞ്ഞത് അതാണ്, ഇനിയുള്ള സമയങ്ങൾക്ക് ഉണ്ടല്ലോ, ആ സമയങ്ങൾ ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് നിങ്ങൾ ഇണയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് ക്ലിയർ ആക്കുക. അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ക്ലിയർ ആക്കുക. അതിന് ഭയങ്കര രസകരമായ ക്രിയേറ്റീവായ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ചില ആളുകൾ സ്ത്രീധനം വാങ്ങിയ മറന്നു പോയിക്കണ്, എത്രയാ വാങ്ങിയത്, എന്താ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സ്ഥലം പേരിൽ എഴുതി കൊടുത്ത് എന്ത് ചെയ്ത് പൊരുത്തപ്പെടിപ്പിച്ച്. ചിലപ്പോൾ വാല്യൂ കൂടുതലായിരിക്കും ഒന്ന്, എന്നാലും ഹജ്ജ് ശരിയാവുക എന്നല്ലാതെ വേറെ എന്തില്ല, ഒരു തോട്ട് ആ സമയത്ത് ഒരാൾക്കും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ചില കേസുകൾ നമ്മൾ ഇടപെടുമ്പോൾ സുഹൃത്തുക്കളായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ അവരോടൊക്കെ പറയും, മാക്സിമം കഴിവിൻ്റെ പരമാവധി എത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പം പറഞ്ഞ് ക്ലിയർ ആയിക്കാളി. കാരണം ഒരു ദിവസം നമുക്ക് അവിടെ അള്ളാൻ്റെ അതിഥിയായി പോയി നിന്നിട്ട് തലേ ദിവസം നമുക്കൊരു ബേജാറ് വരാണ്ട്, നാളെ പടച്ചവനെ ഇത് നീ സ്വീകരിക്കോ ഞാൻ ഈ കൊടുത്ത്. കാരണം പലരും സാമ്പത്തികമായിട്ട് നമ്മളെല്ലാവരും എന്തല്ല അത്ര വെൽ ഓഫ് ഒന്നും അല്ല. ഈ പോകുന്നത് വലിയൊരു പോർഷൻ ചിലവാക്കി ലൈഫിൻ്റെ വലിയൊരു പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ പോകുന്നത്. ഈ പോയിട്ട് അവിടുന്ന് ഞാൻ ഈ ചെയ്ത ഇതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ തൃപ്തിക്കുറവിൻ്റെ പേരിലോ എൻ്റെ ഹജ്ജ് നാളെ പടച്ചവൻ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടാവുമോ എന്നുള്ള ബേജാറ് വരുത്താൻ ഇടവരുത്തരുതെന്ന് എനിക്കറിയുന്ന എല്ലാവരോടും പറയാറുണ്ട്. ആ വസിയത്ത് നിങ്ങളോടും പറയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആയിക്കോളിയും. മുറിവുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാലേ, അത് കാലം കൂടുന്തോറും അതിൻ്റെ ആഴം കൂടും, നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ ഇൻഷാ അല്ലാഹ്. അങ്ങനെ മുറിവുകളില്ലാതെ ഖൽബുൻ സലീമോടെ പടച്ചവനെ കാണാനുള്ള തൗഫീക്ക്, അങ്ങനെ ഹജ്ജ് പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് അനുഗ്രഹിക്കട്ടെ. ഹജ്ജ് അനുഭവങ്ങൾ ഇത്ര നീണ്ടുപോയത് എന്തുകൊണ്ടാ വെച്ചാൽ, ഇന്നെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് മുമ്പും ഹജ്ജിന് ശേഷമാണ്. ഇന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ, ഹജ്ജിന് മുമ്പുള്ള ഈ പ്രിപ്പറേഷനാണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ഹജ്ജിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളതും ഏറ്റവും പ്രയാസകരമായും ഫേസ്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരർത്ഥത്തിൽ നമ്മൾ ആ ഒഴുക്കിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കുറേയൊക്കെ എന്തുണ്ട്, കുറേയൊക്കെ ലീവേ ഉണ്ട്. ഹജ്ജിൻ്റെ നിർബന്ധമായ കർമ്മങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ അറഫയിൽ ആ സമയത്ത് ഉണ്ടാവുക, പിറ്റേ ദിവസം എന്ത് ചെയ്യുക, ഒരു തവാഫ് റിഫാദ കംപ്ലീറ്റ് ചെയ്യുക, മുടിയെടുക്കുക, ബലി ഇറക്കുക, റുക്കനുകൾ കംപ്ലീറ്റ്. സിമ്പിളാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ അതിനോ അസോസിയേറ്റഡ് ആയ ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ്, അത് ഏറ്റവും അഫ്ദലായ രീതിയിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്.
അൽഹംദുലില്ലാ നമ്മുടെ ട്രൂപ്പിൽ നമ്മൾ അമീറിന്റെ ലീഡർഷിപ്പിന്റെ ഒരു ഗുണം എന്തായിരുന്നു വെച്ചാൽ ഓരോ സ്റ്റേജിലും മൂപ്പർ എന്ത് പറഞ്ഞു തരും, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് വയ്യാത്ത പ്രശ്നം ഈ അളവ് എടുക്കാം, പക്ഷെ ഏറ്റവും അഫ്ദലായ രീതി ഇതാണെന്ന്. ഒരു രസകരമായ ഒരു സാധനം എന്താ വെച്ചാൽ എല്ലാവരും സൺസ്ക്രീനൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇത് ഫിക്കിപരമായിട്ട് നമ്മൾ അടിച്ചു നോക്കും, ഇസ്ലാം കാലെല്ലാം അടിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് സൺസ്ക്രീനൊക്കെ ഇങ്ങനെ തേക്കാം, മെഡിക്കൽ പർപ്പസ് ആണല്ലോ. പക്ഷെ അമീറിന്റെ ഒരു ഇന്റന്റ് എന്തായിരുന്നു വെച്ചാൽ അത് വേണ്ട എന്ന് പറയാനല്ല, എന്നാൽ പോലും എന്താണ് ഒരു ഫിസിക്കൽ ടൂളും കൂടെ ഉണ്ടല്ലോ ഹജ്ജിൽ, അത് കിട്ടണം, നമുക്ക് ഒരു ടാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. ഞാൻ അമീറിനോട് ചോദിച്ചു, ഞാൻ ആകെ അങ്ങനെ സൺസ്ക്രീൻ ഒന്നും എടുത്തിട്ടായിരുന്നു, പക്ഷെ ഞാൻ കരുതിയ സാധനം എന്താ വെച്ചാൽ നമ്മൾ ഈ നടക്കുമ്പോഴേ ഇഹ്റാമില്ലാതെ നടക്കുമ്പോൾ അടിവസ്ത്രം ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പൊ ഈ ഇവിടെ ഉരഞ്ഞു കഴിഞ്ഞാൽ ആ കാല് കീറും, അത് നല്ല പെയിനായിക്കരാം. അപ്പൊ അതിന് ഞാൻ എന്ത് ഇതിനെ പെട്രോളിയം ജെല്ലി വാസ്ലിൻ പോലുള്ള സാധനം നോൺ സെൻറ്റഡ് സാധനം എടുത്തിരുന്നു. ഞാൻ അമീറിനോട് ചോദിച്ചു, അമീറെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പൊതുവെ എല്ലാവരും ചോദിച്ചു. ശരിക്കും അല്ലാണ്ട് റസൂൽ ഒരിക്കൽ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അമിതമായി ചോദ്യം ചോദിച്ചിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങളെ കാര്യം അടങ്ങാറാക്കരുതെന്ന്. അതേപോലെ അമീർ അമ്മ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ യഥാർത്ഥത്തിൽ രോഗം വന്നിട്ട് അത് ഒരു സാധനം ഉപയോഗിക്കുമ്പോഴാണ് അത് മരുന്നാവുക, അതിന് മുമ്പ് അത് ഉപയോഗിക്കണം, അത് കോസ്മെറ്റിക് ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ തോന്നുമോ? ഉപയോഗിക്കേണ്ടെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മള് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്ത് ഉപയോഗിച്ചില്ല, സ്വാഭാവികമായിട്ട് ഉപയോഗിച്ചില്ല, തുടങ്ങി അടുത്തിട്ട് പറയുമ്പോൾ അമീർ ചിരിച്ചു കണ്ട് പറഞ്ഞ്, നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്, ഈ നടത്തെല്ലാം കഴിഞ്ഞ് ഹറമിലെത്തുന്നതിന് മുന്നേ ഒരു ഫാർമസി ഉണ്ടല്ലോ, അടുത്തേക്ക് ആള് പ്രവേശിക്കുമ്പോൾ ഒന്നും പറയണ്ടല്ലോ, നമ്മൾ നടത്തം കണ്ടു കഴിഞ്ഞാലും ഒരു മരുന്നെടുത്ത് തരുമല്ലോ, ഇതിനുള്ള മരുന്നാന്ന് പറഞ്ഞിട്ട് ഒന്നും വേണ്ട. അപ്പൊ മൂപ്പര് അതിനൊരു രസത്തിന് പറഞ്ഞാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് എന്തുണ്ട് ഏറ്റവും അഫ്ളലായ സാധനം മൂപ്പര് പറഞ്ഞു തരും. അങ്ങനെ പിറ്റേ ദിവസം ഹജ്ജിന്റെ ശരിക്കും ആദ്യത്തെ കർമ്മം നമ്മളെല്ലാവരും ഇഹ്റാമിലേക്ക് പ്രവേശിക്കൽ പോലും ഹജ്ജിന്റെ ഇഹ്റാം പ്രവേശനം വേറെ തന്നെ ഇഹ്റാം പ്രവേശനമാണ്. ഞാൻ നേരത്തെ ഒരു ആയത്ത് ഓതിയിരുന്നു, നഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസമ വഹുവ ഷഹീദ്. ചില ആയത്തുകളെ നമുക്ക് അനുഭവിച്ചാലേ നമ്മൾ മനസ്സിലാക്കും. എത്ര ക്ലാസ് കേട്ടാലും എത്ര ആളുകൾ പറഞ്ഞു തന്നാലും അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോഴേ എന്താവുള്ളൂ, ആ സാധനം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇഹ്റാം പുടവ അല്ല, ഇഹ്റാമിനുള്ള ഇത് കഫം പുടവയെ പോലെയാണ്, അത് 2 വസ്ത്രങ്ങളാണെന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അത് ഫീൽ ചെയ്തത് ആ ഇഹ്റാമിലാണ്. സ്വന്തമായിട്ട് എന്ത് ചെയ്ത് കുളിച്ച് വൃത്തിയായി, നാളെ ഒരാളെ നമ്മളെ കുളിപ്പിക്കും, സ്വന്തമായി എന്ത് ചെയ്ത് സുഗന്ധദ്രവ്യങ്ങൾ പരട്ടി, നാളെ ഒരാൾ എന്ത് ചെയ്യും നമുക്ക് പരട്ടിത്തരും. ഈ 2 വസ്ത്രം എടുത്ത് ഇട്ടിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത്. എല്ലാ അർത്ഥത്തിലും മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാം ക്ലിയർ ആക്കി. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ 3 കാർഡുകൾ 3 ആളുകളെ ഏൽപ്പിച്ച്, ഒന്ന് കമ്പനിയിൽ ഒരാളെ ഏൽപ്പിച്ച് പറഞ്ഞ് അടുത്ത മാസത്തെ സാലറി കൂടെ ഇതിലുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് എന്തില്ല ഇതിലില്ല, അപ്പം എന്തേലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ് അത് ക്ലിയർ ആക്കുക, എല്ലാം കമ്പനി കൂട്ടിക്കോ. ഉപ്പാൻ്റെ അടുത്ത് പേഴ്സണലിയുള്ള കാർഡ് ഏൽപ്പിച്ച് എന്തേലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ ഒരു ഫൈനാൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഉപ്പാക്ക് ഷെയർ ചെയ്യും. എല്ലാ റമദാനിലും ഉപ്പ എനിക്കും ഷെയർ ചെയ്യും, ഉപ്പാൻ്റെതുള്ളത് എൻ്റെത് ഉപ്പാക്കും ഷെയർ ആയിരിക്കും. അങ്ങനെ പല പ്രിപ്പറേഷൻസ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ. അങ്ങനെ എൻ്റെ കയ്യിലുള്ള 3 കാർഡ് 3 ആളുകളെ ഏൽപ്പിച്ചിട്ട് എന്ത് ഡ്യൂസ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ആക്കാൻ ഉള്ളൊരു ഇതിലാണ് നമ്മൾ പോവുക. അങ്ങനെ സാമ്പത്തികമായി എല്ലാം ക്ലിയർ ആണ്, റെഡിയാണ്. നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, നമ്മളെ മരണത്തെ കൊതിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും അത് എന്താണ് നമുക്കായിട്ടൊരു വോളണ്ടറിയിൽ ഞാൻ റെഡിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ റെഡിയായി തോന്നിയൊരു സമയം അതായിരുന്നു. അങ്ങനെ മിനയിലേക്ക് പോവാണ്. യൗമുത്തർവിയ പണ്ട് കാലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ മിനയിൽ പോയി ടെൻറ്റ് കെട്ടാനുണ്ടാവും. ഇന്ന് നമുക്ക് ഗംഭീര ഫെസിലിറ്റിയാണ് മിനയിൽ ഗവൺമെൻറ് ഒരുക്കുന്നത്. എയർ കണ്ടീഷൻഡ് ആണ് നമ്മളെ ടെൻറ്റുകൾ. എന്നാൽ പോലും ആകെയുള്ള എന്താ വെച്ചാൽ കൗൺസിൽ ഓഫ് സ്കോളേഴ്സേ ഓരോ കാലത്തിനനുസരിച്ചിട്ട് ആളുകൾക്ക് എന്താണോ പ്രയാസം വരാൻ സാധ്യതയുള്ളത് അങ്ങനെ ചെറിയൊരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാവണമെന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് കൂടുതലും ഈ സമയപരിധി ഉള്ള ആളുകളാണ്. കൂടുതൽ എന്താണ് ഒന്നുകിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹൈ പ്രൊഫഷണലുള്ള ആളുകൾ. സ്വാഭാവികമായിട്ടും ജീവിതോപങ്ങൾ താരതമ്യേന കൂടുതലുള്ള ആളുകൾ തന്നെയാണ് കൂടെ ഉള്ളത്. അപ്പോൾ മിനയിൽ ചെന്നപ്പോൾ അടുത്തടുത്തടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഖബറിനുള്ള സ്ഥലമാണ് ഒരു വ്യക്തിക്ക് കിട്ടുക. അതൊരു ഫോൾഡബിൾ ബെഡായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതാണ് മിനയിലുള്ള. പിന്നെ
സ്ത്രീകളും പുരുഷന്മാരും നമ്മൾ വിരിക്കുന്ന ഒരു കർട്ടൈൻ അല്ലാതെ വേറൊരു മറ എന്തില്ല ശരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവില്ല. ഇങ്ങനെ 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 ആയിട്ട് പോവാണ്. ഒരു വലിയ ഹോളായിരിക്കും അത്. ആ ഹോളിൽ നമ്മളിങ്ങനെ മറകൾ ഇടുക ചെയ്യുക. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരു 10-60 ആള് ഒരു ചെറിയൊരു റൂമിൻ്റെ ഉള്ളിൽ ഒരു കബർ ഇങ്ങനെ സൈഡ് ആയിട്ട് എങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവുക. അപ്പം ഇനി ഞാൻ മദീനയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമീറിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ യാത്രയിൽ പൊതുവെ എന്താണ് വണ്ടി കയറിയാൽ ഞാൻ ഡ്രൈവ് ചെയ്യല്ലെങ്കിൽ ഞാൻ മിക്കവാറും 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഉറങ്ങും. അതുകൊണ്ട് നിങ്ങളെ സൈഡിലുള്ള സീറ്റ് എനിക്ക് ബുക്ക്ഡാണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അമീർ എനിക്ക് യാത്ര കഴിഞ്ഞ് ഹജ്ജ് കഴിയുന്നത് വരെയും ആ പ്രിവിലേജ് എനിക്ക് തന്നിരുന്നു. അമീറിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള സീറ്റ് എടുത്തു. എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാലും മീന, ചിലവർക്ക് പ്രായം ചെന്നവരുണ്ട്, മുട്ടിന് പ്രയാസമുള്ളവരുണ്ട്, പുറത്തിന് പ്രയാസമുണ്ട്, ആ ബെഡ് പറ്റാത്തവരുണ്ട്, നിലത്ത് കിടക്കാൻ പറ്റാത്തവരുണ്ട്, ബാത്റൂമിൽ ക്യൂ നിൽക്കാൻ പ്രയാസമുണ്ട്. അൽഹംദുലില്ലാ നമ്മളൊരു പ്രായമായതുകൊണ്ട് സത്യം പറഞ്ഞൊരു ഹോസ്റ്റൽ വൈബായി ഇരിക്കും. ചെക്കന്മാരെല്ലാവരും കൂടി ഇരിക്കുന്നത് ഫുഡ്. കാരണം മിനയിലേക്ക് നമുക്കുള്ള തയ്യാറെടുപ്പ് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് കർമ്മം നമ്മൾ ഖുറാനോത്ത് നമ്മൾ ദിക്റും അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് കർമ്മം മിനയിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളോട് പറയാൻ എന്താ വെച്ചാൽ കുറച്ച് കുറിക്കാനൊക്കെ എന്തൊക്കെ സ്നാക്സ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ പോകും. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിലും ഒരു സ്നാക്ക് എടുത്ത് ഇങ്ങനെ കൊടുത്ത് അപ്പോൾ അടുത്ത സാധനം വരും, അടുത്ത് കൊടുത്ത് അടുത്ത സാധനം വരും, അടുത്ത് കൊടുത്ത്. അതേപോലെ അവരും ഫ്രൂട്ട്സും ഫുഡും ഒക്കെ നമുക്ക് വേണ്ടി കാര്യമായി ഒരുക്കുന്നത്. ഹാജിമാരെ സൽക്കരിക്കാൻ ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു എൻവയൺമെൻ്റ് ആണ്. അങ്ങനെ 8-ാം തീയതി അവിടെ ചിലവഴിച്ച് നമ്മൾ ശരിക്കും 7-ാം തീയതി രാത്രി അവിടെ എത്തുന്നുണ്ട്. 8 അവിടെ ചിലവഴിച്ച് 8-ാം തീയതി രാത്രിയും കഴിഞ്ഞ് പിറ്റേ ദിവസം 8-ാം തീയതി രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, 9-ന് അറഫയാണല്ലോ. അപ്പോൾ രാത്രി തന്നെ നമ്മൾ അറഫയിലേക്ക് പുറപ്പെടുന്നുണ്ട്. അത് ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നേരത്തെ പോവാണ്. അങ്ങനെ അറഫയിലെത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ ഒന്നുള്ളൂ. എന്താ വെച്ചാൽ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം റെസ്റ്റ് എടുക്കുക, മാക്സിമം നിങ്ങൾ ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക. അവിടെ എത്തിയതിൻ്റെ ഒരു ആവേശത്തിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇബാദത്തിന് വേണ്ടി ചിലവഴിക്കാൻ നോക്കണ്ട. കാരണം നാളെ ഉച്ച മുതൽ മഗ്‌രിബ് വരെയുള്ള സമയമാണ് അറഫ. ആ സമയത്ത് എന്തുണ്ടാവണം, ഒരു നിമിഷം പോലും പാഴാക്കാത്ത രൂപത്തിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങാനുള്ള ഒരു സമയമാണ്. പടച്ചോൻ 7-ാം ആകാശത്തിൽ 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താണ് വേണ്ടത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയമാണ് അറഫ എന്ന് പറഞ്ഞാൽ. ഒരു മാഷറ ഫീലാണ്. ഖബറിലേക്ക് നമ്മൾ പോയി, ഇഹ്റാമിൽ കയറി കഫൻ പുടവയായി മിന എന്ന ഖബറിലേക്ക് പോയി, പിന്നെ ഉയർത്തെഴുന്നേറ്റ് അറഫയിലെ മാഷറയിൽ നമ്മൾ നിൽക്കുകയാണല്ലോ. മാഷറയിൽ നിൽക്കുമ്പോൾ ദുഹർ വരെയും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങിക്കണേ. രാത്രി ഉറങ്ങി, ഫജറിന് എണീറ്റ് നിസ്കരിച്ച് വീണ്ടും ഉറങ്ങി, അങ്ങനെ ദുഹറിനോട് അടുപ്പിച്ചെണീറ്റ് പ്രിപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ആയി ഫുള്ളി റെഡിയാണ്. അന്ന് ഒരുവിധം എല്ലാവർക്കും, നമ്മളെ ഗ്രൂപ്പിൽ ഒരുവിധം എല്ലാവർക്കും എന്തുണ്ട്, എന്തെങ്കിലും ആയിട്ട് രോഗമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഉപ്പയും പോകുന്നതിന് മുന്നേ പറഞ്ഞിരുന്നു, ഈ പ്രിപ്പറേഷനൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ മിക്കവാറും എന്താവും അറഫയിൽ എത്തുമ്പോഴത്തേക്ക് എന്തുണ്ടാവും, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് നമ്മൾ കാണുക. എന്താണ് പടച്ചോൻ പറയലുണ്ടല്ലോ, ആദമിൻ്റെ സന്തതിക്ക് ഒരു മുള്ളു പോലും തർക്കുകയില്ല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തല്ലാണ്ട്. ചിലപ്പോൾ നമ്മളെ ഇഖ്ലാസ് കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊരു രോഗം കൂടെ തന്നതായിരിക്കും പടച്ചോൻ. എന്നാണ് അതിലും കൂടെ നമുക്ക് പുറത്തുതരാന്ന് വെച്ചിട്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ആരെയും എന്ത് ചെയ്യില്ല, ആ രോഗം തളർത്തൂല. അന്ന് ഉച്ചയോടുകൂടെ എല്ലാവരും റെഡിയാണ്. ആ സമയത്താണ് മസ്ജിദ് മിനർവയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു പ്രസംഗം നടക്കും. അത് നമുക്ക് ന്യൂസ് ക്യാപ്പിൽ ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് നമുക്ക് അവിടുന്ന് കണ്ടു. എൻ്റെ ഒരു തർജ്ജമ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അമീറിൻ്റെ ഒരു ഖുത്ബ ഓരോ ഗ്രൂപ്പിനായിട്ട് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അറഫയിലുള്ള സാഹചര്യം ഇങ്ങനെയാണ്. വലിയൊരു ടെൻ്റ് ആയിരിക്കും, അതിൽ പല ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും മൈക്കും സ്പീക്കറും ഉണ്ടാവും. ചിലവരെന്തായിരിക്കും, അറഫ തുടങ്ങി അവസാനം വരെയും മഗ്‌രിബ് വരെയും കൂട്ടപ്രാർത്ഥനയിലായിരിക്കും. ഒരു മൈക്കിലൂടെ ഉസ്താദ് പ്രാർത്ഥിക്കും, ബാക്കി എല്ലാവരും ആമീൻ പറയും. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നാൽ ചിലവർക്ക് എന്തെയില്ല, കോൺസെൻട്രേഷൻ കിട്ടൂല, അപ്പോൾ എല്ലാവരും പുറത്തു പോകും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ഡൈവേഴ്സ് ക്രൗഡായി അറഫയിൽ ഉണ്ടാവുക. അവിടുന്ന് വെച്ച് നമുക്ക് കിട്ടിയ പ്രഭാഷണത്തിൻ്റെ ഒരു സാരച്ചുരുക്കം അള്ളാഹുവിൻ്റെ റസൂല് അറഫയിൽ വെച്ച് നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഇൻറ്റൻ്റ് ആയിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണ്, നേരത്തെ പറഞ്ഞല്ല ഹജ്ജ് അവസാനത്തെ കർമ്മമല്ല എന്ന്. നമ്മളോടൊന്ന് പറഞ്ഞിരുന്നു. അതാണ്
അള്ളാൻ്റെ റസൂല് ശരിക്കും അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തേക്കാണല്ലോ ഹജ്ജ് നടക്കുന്നത്. ഹജ്ജത്തുൽ വിദാഇൻ്റെ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എൻ്റെ സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിസ്കാരം നോമ്പിനൊക്കെ അപ്പുറത്ത് ഹജ്ജിന് പോയാൽ നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക ഈ ഒരു സാധനമാണ്. പരസ്പരമുള്ള ഒരു ബന്ധവും പരസ്പരമുള്ള റെസ്പെക്റ്റും പരസ്പരം കൊടുക്കേണ്ട ചില നമ്മൾ ഹോണർ ചെയ്യേണ്ട സാധനത്തെ ഹോണർ ചെയ്യാന്ന് പറയുമല്ലോ, ആ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക. അപ്പം അത് പറഞ്ഞുകൊണ്ട് മൂപ്പര് അതിനോട് ഉപമിച്ചത് എന്താ വെച്ചാൽ, അറഫയിൽ ആ ഖുതുബ നടത്തിയ വ്യക്തിയുടെ മദ്ഹബ് ഏതാണെന്ന് ആരും ചെക്ക് ചെയ്തിട്ടില്ല. ആ ഖുതുബ നടത്തുന്ന ആൾ ഹജ്ജിൻ്റെ അമീറാണ് ആ വർഷത്തെ. മൂപ്പരെ സംഘടന ഏതാണെന്ന് ആരും പരിശോധിച്ചിട്ടില്ല. മൂപ്പര് എവിടെയാണ് കൈകെട്ടുകയെന്ന് ആരും നോക്കിയിട്ടില്ല. മൂപ്പരെ ഫിഖ് എന്താണെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. മൂപ്പരെ പിന്നിൽ എല്ലാവരും എന്ത് ചെയ്തു, ഒരുപോലെ തൃപ്തിപ്പെട്ട് നമ്മളാണ് ചേർന്നു. ഇഹ്റാമിലായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല, കൂടെ ഉള്ളവൻ്റെ സംഘടന പ്രശ്നമല്ല, കൂടെ ഉള്ളവൻ്റെ അക്കീദ പ്രശ്നമല്ല, കൂടെ ഉള്ളവൻ്റെ ജാതി പ്രശ്നമല്ല, കൂടെ ഉള്ളവൻ്റെ നിറം പ്രശ്നമല്ല, ഓൻ തെക്കനാണോ വടക്കനാണോ എന്നുള്ള പ്രശ്നമല്ല, ഓൻ ഏത് ജില്ലക്കാരനാണെന്നുള്ള പ്രശ്നമല്ല. നമ്മുടെ ട്രൂപ്പിലുള്ള ആളുകൾ പോലും അങ്ങേയറ്റം സഹോദരിയായിരിക്കും. നമുക്ക് ആ സമയത്തൊക്കെ നമ്മളോട് ചോദിക്കണ ഏറ്റവും ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളായിരിക്കും. പലപ്പോഴും നമ്മൾ പലപ്പോഴും പറയുമല്ലോ, ചിലർ വിവാഹാലോചനയുടെ സമയത്ത് വീട്ടിന് ചുറ്റുമുള്ള ഒരു 10 കിലോമീറ്റർ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം എന്താ, കൾച്ചർ അത്രയും വ്യത്യാസം, നമുക്ക് സഹിക്കാൻ കഴിയില്ല വരെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ജില്ല മാറ്റി ചിന്തിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും. പക്ഷെ ചില നമ്മളെ നോഷൻസിനെ വല്ലാണ്ട് ഹജ്ജ് തിരുത്തും. ഒരു മുസ്ലിമിനോട് നമുക്കുള്ള ബാധ്യത എന്താണെന്നും ഒരു മുസ്ലിമിനോട് നമുക്കുള്ള നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ് അന്ന് നമ്മൾ തിരിച്ചറിയും. അതാണ് ശരിക്കും അന്ന് അമീർ അവിടെ നിന്ന് ഉന്നയിച്ചത്. നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളോടും അമുസ്ലിങ്ങളോടും നിങ്ങൾക്കുള്ള ബാധ്യത, ഹജ്ജ് കഴിഞ്ഞുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ബാധ്യത. ഞാൻ പറഞ്ഞല്ലോ, ഹജ്ജിന് മുമ്പും ഹജ്ജിന് ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നിയത്. ഓരോ രാത്രിയും കിടക്കുമ്പോൾ ഇങ്ങനെ തോന്നാറുണ്ട്, പടച്ചോനെ ഇന്നൊരു ഹാജി ജീവിക്കേണ്ട പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ടോ. മിക്കവാറും എനിക്ക് കിട്ടുന്ന ഉത്തരം ഇല്ല എന്നായിരിക്കും.